ട്രെയിനിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ആദിവാസി സംഘടനയുടെ നേതൃത്വത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച്. ഉള്ളാടകർ മഹാസഭയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഒരു യുവാവിന്റെ മരണം അത് കൺമുന്നിൽ സംഭവിച്ചതാണ് അന്ന് കണ്ടത്. ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്? രുചീഷ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് തൃശൂർ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ആദിവാസി ഉള്ളാടർ മഹാസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തൃശൂർ ചാലക്കുടി മാരാങ്കോട് സ്വദേശിയായ ശ്രീജിത്ത് എന്ന 26 വയസ്സുകാരൻ മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസിൽ ഷൊർണൂരിൽ യാത്രയ്ക്കിടെ അവശനിലയിലാകുന്നതും പിന്നീട് ട്രെയിൻ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി ചികിത്സ വൈകുകയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ വൈകിയതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തത്. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പുറത്തു വന്നിരുന്നു. സമയബന്ധിതമായി യുവാവിന് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ചയുണ്ടായതായി സഹയാത്രികരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആരോപിച്ചിരുന്നു. ഈ സംഭവത്തിൽ റെയിൽവേ വകുപ്പ് അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷൊർണൂർ CI റെയിൽവേ RPF CIക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദിവാസി ഉള്ളാടർ മഹാസഭയുടെ നേതൃത്വത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പ്രതിഷേധ പരിപാടി നടന്നത്. പ്രതിഷേധ മാർച്ചും ധർണയും CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്നാണ് ഉള്ളാടർ മഹാസഭ അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. ഈ ശ്രീജിത്തിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 1 മണിക്കൂർ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ സമരം അവസാനിപ്പിച്ചു. നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഉള്ളാടർ മഹാസഭ അറിയിക്കുന്നത്. രുചീഷ്.